ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ റിപ്ഷിൻസ്കി തിയറം എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ വരുന്ന ഒരു തിയറമാണ് കേട്ടോ. അതായത് ഇതിൽ ഡിഫറൻറ്റ് ഫാക്ടർ എൻഡോമെന്റ്സ്, അതായത് ഫാക്ടർ ഇൻപുട്സിന്റെ വിനിയോഗം, ഇവിടെ ലേബറും ക്യാപിറ്റലുമാണ് ഫാക്ടർ ഇൻപുട്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ വിവിധങ്ങളായിട്ടുള്ള വിനിയോഗം ഔട്ട്പുട്ടിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു. ഓക്കെ, ഇവിടെ രണ്ട് ഔട്ട്പുട്ടാണ് ഈ രണ്ട് ഫാക്ടർ ഇൻപുട്ട് കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. Ripshinsky theorem. The Ripshinsky theorem is a key result in international economics. ഇതൊരു കീ റിസൾട്ട് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു പരീക്ഷണം നടത്തിയപ്പോഴത്തേക്ക് കിട്ടിയ അതിൻ്റെ ഒരു ഔട്ട്കം ആണിത് കേട്ടോ. അതായത് പർട്ടിക്കുലർലി ഇൻ ദ ഹെക്ഷർ ഓവ്ലിൻ മോഡൽ. ഈ ഹെക്ഷർ ഓവ്ലിൻ മോഡലിൽ അതിൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയപ്പോഴത്തേക്ക് അതിന് കിട്ടിയൊരു റിസൾട്ടാണ് കേട്ടോ. ഈ ഹെക്ഷർ ഓവ്ലിൻ മോഡൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലാത്തവർക്ക് ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ ഇതിനൊരു റിസൾട്ടാണ്, ഒരു സ്റ്റഡി റിസൾട്ടാണ്. ഇത് ഷോസ് ഹൗ എ ചേഞ്ച് ഇൻ ദ എൻഡോമെന്റ് ഓഫ് വൺ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. നേരത്തെ പറഞ്ഞില്ല, രണ്ട് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലേബറും ക്യാപിറ്റലും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. ഈ ചേഞ്ച് അഫക്ട്സ് ദ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ്. അത് ഔട്ട്പുട്ടിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. എവിടെ? ഇൻ എ ടു ഫാക്ടർ എക്കോണമി. അതായത് രണ്ട് ഗുഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന, രണ്ട് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമുള്ള, അതായത് ലേബറും ക്യാപിറ്റലും ഇങ്ങനെ രണ്ട് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമുള്ള രണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എക്കോണമിയിലാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. ദ റിപ്ഷിൻസ്കി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ്, ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇഫ് ദ എമൗണ്ട് ഓഫ് വൺ ഫാക്ടർ ഇൻക്രീസസ്, അതായത് ക്യാപിറ്റൽ ലേബറുമാണല്ലോ, ഇപ്പൊ ക്യാപിറ്റൽ, ഇപ്പോൾ മെഷീനറീസ് ഇത്ര എണ്ണത്തിൽ അതുപോലെ വെച്ചിട്ട് കോൺസെൻട്രേറ്റ് ആക്കി വെച്ചിട്ട് ലേബേഴ്സിന്റെ എണ്ണം ഇങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കൊടുക്കുകയാണ്, കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യുകയാണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വൈൽ ദ അതർ റിമെയിൻസ് കോൺസ്റ്റന്റ്, അതായത് ഞാൻ പറഞ്ഞത് ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആണെന്നുള്ളത്, ആൻഡ് പ്രൊഡക്റ്റ് പ്രൈസസ് ആർ ഫിക്സ്ഡ്. ഈ പ്രൊഡക്റ്റിന്റെ വില, അത് ഈ ലേബറും ക്യാപിറ്റലും കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ വില, അതിന്റെ ഔട്ട്പുട്ടിന്റെ വില ഫിക്സ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഗുഡ് ദാറ്റ് യൂസസ് ഗ്രോയിങ് ഫാക്ടർ ഇൻവേഴ്സ്ലി വിൽ ഇൻക്രീസ്. അതായത് ഏത് ഔട്ട്പുട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ഗ്രോയിങ് ഫാക്ടർ കൊടുത്തത്, അതായത് ഏത് ഔട്ട്പുട്ട് കൂട്ടുന്നതിനാണോ ലേബറിന്റെ എണ്ണം കൂട്ടിയത്, അത് ഇൻവേഴ്സ്ലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒന്ന് കൂടുമ്പോഴത്തേക്ക് ഒന്ന് കുറയുന്നു എന്നുള്ളത്. ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ അതർ ഗുഡ് വിൽ ഡിക്രീസ്. അത് രണ്ട് ഗുഡാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ മറ്റേ ഗുഡിന്റെ ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന്റെ അസംഷൻസ് നോക്കാം. ആദ്യത്തേത് ടു ഗുഡ്സ്, രണ്ട് ഗുഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ക്ലോത്തും സ്റ്റീലും. ഓക്കെ, അതിൽ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ലേബറും ക്യാപിറ്റലും ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് വൺ ഗുഡ് ഈസ് ലേബർ ഇന്റൻസീവ്. ഇത് ഒരു ഗുഡ് ലേബർ ഇന്റൻസീവ് ആണ്, കൂടുതൽ ലേബേഴ്സിനെ വെച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതായിരിക്കും? ക്ലോത്ത് അല്ലേ. ആൻഡ് ദ അതർ ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ്. മറ്റേന്ന് പറയുന്നത് കൂടുതൽ ക്യാപിറ്റൽ മെഷീനറീസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീലാണ് ഇവിടെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പം ഇത് ഒരു അസംഷൻ ആണ്. അടുത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. വെച്ചാൽ എത്ര ഇൻപുട്ട് കൂടുന്നോ, എത്ര 10% ഇൻപുട്ട് കൂടിക്കഴിഞ്ഞാൽ 10% ഔട്ട്പുട്ട് കൂടുന്നു. ഓക്കെ, ഈ ഒരു റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ എത്ര ഇൻപുട്ട് കൂടുന്നു അത്രയും തന്നെ അതിന് ആനുപാതികമായിട്ടുള്ള ഔട്ട്പുട്ട് കൂടുന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സ് ആണ്. ഒരു റിസോഴ്സ് പോലും എന്ത് ചെയ്യുന്നില്ല, ഐഡിൽ ആയിട്ട് ഇരിക്കുന്നില്ല, വേസ്റ്റ് ആയി പോകുന്നില്ല. എല്ലാ ലേബറും ക്യാപിറ്റലും എല്ലാം ഉപയോഗിക്കുന്നു, എല്ലാത്തിനും എംപ്ലോയ്മെന്റ് ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് ആരും ഒരു ലേബർ പോലും ഇരിക്കുന്നില്ല, ഐഡിലായിട്ട് ഒരു മെഷീനറി പോലും ഇരിക്കുന്നില്ല. അടുത്തത് നോ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, സാധനങ്ങളുടെ വിലയിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. അത് പ്രൊഡക്റ്റ് പ്രൈസസ് ആർ ഫിക്സ്ഡ്. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ക്ലോത്ത് ഈസ് ലേബർ ഇന്റൻസീവ്. ക്ലോത്ത് ലേബർ ഇന്റൻസീവ് ആണെന്ന് വെക്കുക, അതായത് കൂടുതൽ ലേബറിനെ ഉപയോഗിച്ചിട്ടാണ് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്റ്റീൽ ഈസ് ക്യാപിറ്റൽ ഇന്റൻസീവ്. കൂടുതൽ മെഷീനറീസ് വേണം എന്ത് ഉൽപ്പാദിപ്പിക്കാൻ, സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ. ഇതാണ് കണ്ടീഷൻ. അപ്പം ഇഫ് ദ ലേബർ സപ്ലൈ ഇൻക്രീസസ്, ഇപ്പൊ ആൾക്കാരുടെ ലേബറിന്റെ എണ്ണം കൂടുമ്പോഴത്തേക്ക് മോർ വർക്കേഴ്സ് അവൈലബിൾ ആയിട്ട് വരത്തില്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ എന്താവും, ഔട്ട്പുട്ട് ഓഫ് ക്ലോത്ത് ലേബർ ഇന്റൻസീവ് ആണല്ലോ, അപ്പൊ അതിന്റെ ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിലോ അത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്, അതിന്റെ ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് മറ്റേ ക്ലോത്തിന്റെ ഉൽപ്പാദനം കൂടുകയും സ്റ്റീലിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. ദിസ് ഈസ് ബിക്കോസ് മോർ ലേബർ ഈസ് അലോക്കേറ്റഡ് ടു പ്രൊഡ്യൂസ് ക്ലോത്ത്. അത് കൂടുതൽ ആൾക്കാർ ക്ലോത്ത് ഉണ്ടാക്കാനായിട്ട് പോയി. പുള്ളിങ് ക്യാപിറ്റൽ വിത്ത് ഇറ്റ്, അതായത് ഈ ലേബറിന്റെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാനുള്ള കുറച്ച് മെഷീനറീസും കൂടെ വേണ്ടേ. അപ്പൊ അതും കുറച്ച് ആര് കൊണ്ടുപോയി, ഈ ക്ലോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്ട്രാ ലേബേഴ്സ് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് റെഡ്യൂസിങ് ക്യാപിറ്റൽ അവൈലബിൾ ഫോർ സ്റ്റീൽ പ്രൊഡക്ഷൻ. അപ്പൊ സ്റ്റീൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലിന്റെ എണ്ണം അവിടെ കുറഞ്ഞു, അപ്പൊ സ്റ്റീലിന്റെ ഉൽപ്പാദനം അവിടെ കുറഞ്ഞു. ഇനി ഇതിലൊരു ഡയഗ്രാം വന്നിട്ട് നമുക്ക് ആ ഡയഗ്രാം പരിശോധിക്കാം. ഇതിൽ വൈ ആക്സ് വരുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എസ് ആണ്. എസ് എന്ന് വെച്ചാൽ സ്റ്റീലിന്റെ പ്രൊഡക്ഷൻ ആണ് വൈ ആക്സിൽ കാണിക്കുന്നത്. പിന്നെ എക്സ് ആക്സിൽ ക്ലോത്തിന്റെ QC എന്ന് പറയുന്നത് ക്ലോത്തിന്റെ ഉൽപ്പാദനമാണ് എക്സ് ആക്സിൽ കാണിക്കുന്നത്. ഇനി അതിൽ പ്രധാനപ്പെട്ട ലൈൻസ് എന്ന് പറയുന്നത് ആ റെഡ് ലൈൻ ഇല്ലേ,
മേലും താഴോട്ട് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് ഇടുന്ന റെഡ് ലൈൻ ലേബർ കൺസ്ട്രെയിന്റ് ആണ്. എത്ര ലേബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് കൺസ്ട്രെയിന്റ്. അടുത്ത ബ്ലൂ ലൈൻ കാണിക്കുന്നത് ക്യാപിറ്റൽ കൺസ്ട്രെയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ അതിൽ നിന്ന് ഇനിഷ്യൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഡയഗ്രത്തിന്റെ ഷിഫ്റ്റ് ആൻഡ് മൂവ്മെന്റ് ഒക്കെ മനസ്സിലാക്കാം. അത് ഇനിഷ്യലി, അത് ആദ്യ പ്രാരംഭത്തിൽ എക്കണോമി ഈ പോയിന്റ് എയിലായിരുന്നു. ഓക്കെ, അവിടെ ക്യാപിറ്റൽ കൺസ്ട്രെയിന്റും ലേബർ കൺസ്ട്രെയിന്റും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിൽ എയിലായിരുന്നു എക്കണോമി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്റ്റീലിന്റെ അളവ്, അതായത് QS എന്ന് പറയുന്നത് S1, നമുക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം, S1 ഡോട്ടഡ് Y ആക്സിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും അളവ് സ്റ്റീലും C1 എന്ന അളവ് ക്ലോത്തുമാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്നാണ് എന്ത് ചെയ്തത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായി, ലേബേഴ്സിന്റെ എണ്ണം കൂടി. ഓക്കെ, അപ്പോൾ ലേബേഴ്സിന്റെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് ഈ ലേബർ കൺസ്ട്രെയിന്റ് എന്ന് വെച്ചത് അവൈലബിൾ ആയിട്ടുള്ള ലേബറിന്റെ എണ്ണം കൂടി. അപ്പോൾ അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പുതിയ ഒരു റെഡ് ലൈൻ നിങ്ങൾക്ക് വരച്ചിരിക്കുന്ന ഒരു ആരോ മാർക്ക് കൊടുത്തേക്കുന്നത് കാണാം. ഓക്കെ, അപ്പോഴത്തേക്ക് പുതിയ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ടായി, പോയിന്റ് B എന്ന പോയിന്റിലേക്ക് മാറി. അപ്പോൾ അവിടെ ഉണ്ടായ സ്റ്റീലിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറയുകയാണ്. നേരത്തെ S1 ആയിരുന്നു, ഇപ്പൊ S2 ആയിട്ട് കുറഞ്ഞു. കാര്യം നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു കേട്ടോ. അടുത്ത പിന്നെ ഇവിടെ ക്ലോത്തിന്റെ പ്രൊഡക്ഷൻ C1 നിന്ന് C2 ആയിട്ട് കൂടുകയാണ് ചെയ്തത്. അതായത് ഇവിടെ ക്ലോത്ത് ആണ് എന്തെന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലേബറിന്റെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് ക്ലോത്തിന്റെ പ്രൊഡക്ഷൻ കൂടുകയും അതോടൊപ്പം തന്നെ സ്റ്റീലിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്തതായിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഇൻസൈറ്റ് നോക്കാം. അതിന്റെ കീ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ചേഞ്ചസ് ആർ മാഗ്നിഫൈഡ്. ഔട്ട്പുട്ടിന്റെ വ്യതിയാനം വെച്ചാൽ വളരെ വലുതാണ്. ഓക്കെ, അതായത് ഇൻക്രീസിങ് വൺ ഫാക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാക്ടർ, നേരത്തെ ഇവിടെ കൂടിയ ഫാക്ടർ ഏതാണ്, ലേബർ. ഒരു ഫാക്ടർ ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് ഡസന്റ് ജസ്റ്റ് ഇൻക്രീസ് ഔട്ട്പുട്ട് ഓഫ് വൺ ഗുഡ്. അതായത് ഒരു ഔട്ട്പുട്ട് മാത്രം കൂടുകയല്ല, പക്ഷേ മറിച്ച് എന്തും കൂടെ ചെയ്യുകയാണ്, ഇറ്റ് ആൾസോ റെഡ്യൂസസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ അതർ. മറ്റേതിന്റെ ഔട്ട്പുട്ട് കുറയ്ക്കുകയും കൂടെ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഡയഗ്രാം പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഷോസ് ഹൗ റിസോഴ്സ് ഗ്രോത്ത് ക്യാൻ ഷിഫ്റ്റ് എ കൺട്രീസ് സ്പെഷ്യലൈസേഷൻ പാറ്റേൺ. അതായത് ഒരു റിസോഴ്സ് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക്, ഇവിടെ ഗ്രോത്ത് ഉണ്ടായ റിസോഴ്സ് വെച്ചാൽ ലേബർ ഫോഴ്സ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ്. അത് കൂടിയപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ക്ലോത്തിന്റെ പ്രൊഡക്ഷൻ കൂടിയതായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പം എങ്ങനെയാണ്, അപ്പോൾ ഇത് ആ കൺട്രിക്ക് ക്ലോത്തിൽ സ്പെഷ്യലൈസ് ചെയ്താൽ മതി. അപ്പം ഒരു റിസോഴ്സിന്റെ എണ്ണം കൂടുമ്പോഴത്തേക്ക്, അതായത് ഒരു റിസോഴ്സിന്റെ എണ്ണം കൂടുമ്പോഴത്തേക്ക് ആ കൺട്രിയുടെ ആ ഒരു സ്പെഷ്യലൈസേഷൻ പാറ്റേണിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഈ തിയറം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.